ഹായ് ഓൾ, വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. തേങ്ങാപ്പത്തിരിയും മുട്ട റോസ്റ്റും. 2 കപ്പ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടാക്കുക. തിളയ്ക്കുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക. അരിപ്പൊടി എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് മാവ് നന്നായി വാട്ടി കുഴച്ചെടുക്കുക. മാവ് കുഴച്ചെടുക്കുന്നതിനായി തടിത്തവി ഉപയോഗിക്കുന്നതാവും ഏറ്റവും നല്ലത്. 10-15 മിനിറ്റോളം കൈയെടുക്കാതെ തന്നെ മാവ് നന്നായി ഇളക്കി കൊടുക്കുക. മാവ് നന്നായി വെന്ത് കുഴഞ്ഞു വരും. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. മാവ് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. മാവ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വെന്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഒരു 5 മിനിറ്റോളം ചൂടാറാനായി മാറ്റിവെക്കാം. ഇനി മാവ് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ മാവെല്ലാം ഉരുട്ടി പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി പ്രസ് ചെയ്താണ് എടുത്തത്. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പത്തിരി ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ആവി വന്നു തുടങ്ങുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. മാവ് നന്നായി പൊങ്ങി കുമിള പോലെ വരുമ്പോൾ നമുക്കിതിൽ നിന്നും എടുക്കാം. ഇങ്ങനെ എല്ലാ തേങ്ങാപ്പത്തിരിയും ചുട്ടെടുക്കാം. തേങ്ങാപ്പത്തിരി കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുന്നത് കൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പരത്തി വെച്ച എല്ലാ തേങ്ങാപ്പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള കറി ഉണ്ടാക്കാം. അതിനായി പാനിൽ എണ്ണ ചൂടാകുമ്പോൾ 3 സവാള അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് നന്നായി സോട്ട് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്യുക. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ശേഷം ലോ ഫ്ലെയിമിലാക്കി 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ ഒരു പൊടികളുടെയും ആവശ്യമില്ല. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇതേ സമയം തന്നെ മറ്റൊരു പാത്രത്തിൽ മുട്ട പുഴുങ്ങാനിടാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളമൊഴിക്കാം. വെള്ളമൊഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കറിവേപ്പിലയും മല്ലിയിലയും കൂടി വിതറി 2 മിനിറ്റ് വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ച് പുഴുങ്ങിയ മുട്ടയും ചേർത്ത് തേങ്ങാപ്പത്തിരിക്കൊപ്പം സെർവ് ചെയ്യാം. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.